നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനെടുത്ത് കഴിച്ചോളാം. നീ എടുത്ത് കഴിക്കണം. കഴിക്കുക മാത്രമല്ല അടുക്കള കയറി വല്ലതും വച്ചുണ്ടാക്കി പഠിക്കുകയും വേണം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ നീ വേണം ഇതൊക്കെ ചെയ്യാൻ. എല്ലാ കാര്യത്തിലും അർച്ചന വേണമെന്ന് വാശി പിടിക്കാനൊന്നും അപ്പൊ പറ്റത്തില്ലല്ലോ. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സും കീഴടക്കാം. എടുത്ത് എവിടെ പോവാ? കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ പോയി നിൽക്കണോ അർച്ചനെ? അനൂപേട്ടൻ വിളിച്ചപ്പോ മോക്ക് എന്നെ കാണാത്തതിൽ നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മുതൽ എനിക്ക് നല്ല വിഷമമായി. അനൂപേട്ടൻ ഇപ്പൊ വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. എടുത്തി അത് മാത്രല്ല അർച്ചനെ, ഞാനില്ലാതെ ആതിരി വൃന്ദാവനത്തിൽ കഷ്ടപ്പെടും. ശരിക്കും ഞാനിപ്പോ അവിടെ വേണ്ടതല്ലേ, അതുകൊണ്ടും കൂടിയാ ഞാൻ വേഗം പോകുന്നേ. എടുത്ത് ഇപ്പൊ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുന്നത് സ്നേഹ വഴക്ക് പറഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏയ് ഇല്ല, അർച്ചനയ്ക്ക് വെറുതെ തോന്നുന്നതാ ഇതെല്ലാം. അവളത് പറഞ്ഞു, ഞാൻ കേട്ടു. അതപ്പൊ തന്നെ ഞാൻ മറന്നതാ. അല്ലാതെ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കാൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഞാനത് സ്നേഹയുടെ അറിവില്ലായ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളെ വളർത്തിയത് അവന്തിയെടുത്തിയ, അതുകൊണ്ട് തന്നെ അവക്ക് സ്വല്പം എടുത്തുചാട്ടവും വാശിയും ഒക്കെ ഉണ്ട്. അമ്മയില്ലാത്ത കുട്ടിയല്ലേ എടുത്തി, അതോർത്തൊന്ന് ക്ഷമിക്കണം. വൃന്ദാവനത്തിൽ ആതിരെ നോക്കാൻ 4 പേരുണ്ട് എന്നുവെച്ച് എടുത്തി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നേ. ഈ സമയത്ത് എടുത്തി ഇവിടുന്ന് പോകുമ്പോ വിഷമിക്കാൻ പോകുന്നത് ഞാൻ. അത് എന്തുകൊണ്ടാന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ ചുറ്റിനും നടക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. എനിക്ക് മീരെടുത്ത് ഇവിടെ നെല്ലിശ്ശേരിയിൽ വേണം. ബാക്കിയൊക്കെ എടുത്തിയുടെ ഇഷ്ടം പോലെ.
അനുപേട്ട ആ ഏ? നീ ബാഗൊന്നും എടുത്തില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയല്ല അനുപേട്ടനോട് വരാൻ പറഞ്ഞത്. ആവണിമോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ. ഞാനോർത്തു അനുപേട്ടൻ അവളെയും കൊണ്ടാ വന്നേന്ന്. അത് നീ പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ അവളെ കൂടെ കൊണ്ടുവന്നേനെ. നീ അങ്ങോട്ട് വരുന്നെന്ന് കരുതിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം അനുപേട്ട. അർച്ചനയ്ക്ക് ഒരു കൂട്ടിനിവിടെ നിൽക്കണമെന്ന് അർച്ചന പറയുന്നു. നിൽക്കുന്നതൊക്കെ കൊള്ളാം. വഴക്കിനും വക്കാണത്തിനൊന്നും പോകരുത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല അനുപേട്ട, ആ അനുപേട്ട കേറാതെ പോവാണോ? ഏയ്, ഇനിയിപ്പോ കേറുന്നില്ല. ഞാൻ വേറൊരു ദിവസം മോളെയും കൂട്ടി വരാം. ഇനിയിപ്പോ കേറിയാ പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പോട്ടെ. എടോ, തനിക്കിത് എന്തു പറ്റി? ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യമാണല്ലോ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ എങ്ങനെയാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പൊ എന്താ തന്റെ പ്രശ്നം? നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തു വരുമ്പോ ഇവിടെയുള്ളവര് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സച്ചേട്ടാ. ഇവർക്കൊന്നും എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാത്ത? എടോ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. സച്ചേട്ടന് മാത്രം കാര്യം മനസ്സിലായിട്ട് എന്താ കാര്യം? ഇതൊക്കെ ആലോചിച്ചു കൂട്ടി താൻ വെറുതെ ടെൻഷൻ അടിക്കുക. കല്യാണമൊന്നും നടന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പ്രപ്പോസൽ സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. സ്നേഹ എന്റെ കൂടി അനിയത്തിയ. അവളുടെ കാര്യത്തില് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാ നടക്കില്ല എന്ന് തന്നെയാ. പക്ഷേ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർ റീസൺ എനിക്ക് വേണം. അത് കിട്ടുന്നതുവരെ ഞാനോ താനോ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുമ്പ് നമ്മൾ മുടക്കേണ്ട കല്യാണം മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മുടക്കും. പക്ഷേ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവണം. അതുവരെ താൻ ക്ഷമിക്ക്. ഞാനുണ്ടോ തൻ്റെ കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.